നമസ്കാരം. മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ ഐശ്വര്യമായിട്ട് നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ നേരത്തെ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് DC ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് വന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ടോപ്പിക്കുകളുണ്ട്. അതായത് വേഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ GK ആൻഡ് കറണ്ട് അഫെയർസ്, അങ്ങനെയായിരുന്നു നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളത്. പിന്നെ DC ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ള എക്സാമുകൾക്കാണ് കൂടുതലും സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വേഡ്, എക്സൽ, പവർ പോയിന്റ്, അതെന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും നമുക്ക് വേണം, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വേണം. അപ്പോൾ ആ ഒരു ടോപ്പിക്കുകളായിരിക്കും ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ ഏതെങ്കിലും സിലബസ് നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ക്ലാസ്സുകൾ തുടരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ബേസ് തൊട്ട് തന്നെ പഠിച്ചു പോകാം. പിന്നെ ചിലപ്പോൾ നമുക്കിപ്പോൾ 2007 ആണ് നേരത്തേക്ക് സിലബസിൽ ചോദിച്ചുകൊണ്ടിരുന്നത്, വേഡും എക്സലും പവർ പോയിന്റും ആണെങ്കിലും ഇനി 2010 വരാനുള്ള സാധ്യതയുണ്ട്. വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ചോദിക്കാം. അപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യുമ്പോൾ 2007ഉം അതുപോലെ തന്നെ 10ലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ പോകുന്നത്. അപ്പോൾ രണ്ടും പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് വേഡ് പ്രോസസ്സിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ എന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിംഗ് ആണ്. എന്താണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ? വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഡോക്യുമെന്റ് യൂസിങ് വേർഡ് പ്രോസസ്സർ. അതായത് വേർഡ് പ്രോസസ്സർ പോലെ പ്രോസസ്സർ ആയിട്ടുള്ള നമ്മുടെ MS വേഡ്, ഗൂഗിൾ ഡോക്സ്, അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ പോലെയുള്ള വേർഡ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ജോബ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാളുടെ റെസ്യൂമെ തയ്യാറാക്കണമെങ്കിൽ അവരെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഒരു വേർഡ് പ്രോസസ്സറിൽ അവരുടെ റെസ്യൂമെ തയ്യാറാക്കും. അതിനുശേഷം ഒന്നുകിൽ അത് ഇമെയിൽ വഴി ജോബ് റിക്രൂട്ടേഴ്സിന് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ട് അത് സെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ MS വേഡ് അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസ് റൈറ്റർ പോലെയുള്ള വേർഡ് പ്രോസസ്സറിൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിനെയാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്ലേസ് ദ കഴ്സർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ്. എങ്ങനെയാണ് നമ്മുടെ ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ നമ്മുടെ കഴ്സർ കൊണ്ടുപോകുന്നത്? നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കഴ്സർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മൗസ് ഇതാണ്. ഈ മൗസിന്റെ നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അവിടെ വരുന്ന ഒരു ബ്ലിങ്കിങ് ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ കഴ്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഴ്സറിനെ ഇതാണ് നമ്മുടെ ഒരു ഡോക്യുമെന്റ് എന്നിരിക്കട്ടെ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബിഗിനിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Home ആണ്. നമ്മുടെ കീബോർഡിലെ കൺട്രോൾ ബട്ടണും അതുപോലെ തന്നെ ഹോം എന്ന് പറയുന്ന കീ ഉണ്ട്, ആ കീയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ പോകാം. അപ്പോൾ പ്ലേസ് ദ കഴ്സർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ്, അതിന്റെ ഷോർട്ട് കട്ട് കീ എന്താണെന്ന് ചോദിച്ചാൽ Ctrl+Home ആണ്. അപ്പോൾ ഷോർട്ട് കട്ട് കീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് കട്ട് കീസ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ ബിഗിനിങ്ങിൽ പോകാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Home ആണ്. ഇനി ഒരു വേർഡ് ഡോക്യുമെന്റിൽ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു ക്യാരക്ടറിനെ മാത്രം സെലക്ട് ചെയ്യേണ്ടി വരും, വേർഡിനെ മാത്രം സെലക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ഡോക്യുമെന്റിനെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത് ടു സെലക്ട് വൺ ക്യാരക്ടർ. എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഹോൾഡ് ഡൗൺ ഷിഫ്റ്റ് കീ ആൻഡ് പ്രസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ. അപ്പം നമ്മുടെ കീബോർഡിനകത്ത് ആരോ കീസ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ആരോ, റൈറ്റ് ആരോ, അപ്പ് ആരോ ആൻഡ് ഡൗൺ ആരോ, ഇങ്ങനെ 4 ആരോ കീസ് ഉണ്ട്. ആദ്യമേ നമ്മൾ ഒരു ക്യാരക്ടറിനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. കീബോർഡിൽ നമ്മുടെ കഴ്സർ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ
അവിടെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഷിഫ്റ്റ് കീ, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ആരോ ഞാനിപ്പോൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ റൈറ്റ് ആരോ ചെയ്താൽ നമ്മൾ കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു ക്യാരക്ടർ സെലക്ട് ആകും. ഇനിയിപ്പം നോക്കിയാൽ നമ്മൾ ലെഫ്റ്റിലോട്ടാണ്, നമ്മൾ ലെഫ്റ്റ് ആരോ ആണെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാരക്ടർ സെലക്ട് ആവും. അപ്പോൾ 1 ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് കീയും റൈറ്റ് ഓർ ലെഫ്റ്റ് ആരോയുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് സെലക്ട് എ വേർഡ്. ഒരു വേർഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ഓൺ ദ വേർഡ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു വേർഡിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു വേർഡിൽ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൗസ് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു വേർഡിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു വേർഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹോൾഡ് ഡൗൺ ഷിഫ്റ്റ് ആൻഡ് കൺട്രോൾ കീ ആൻഡ് പ്രസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ കീ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ കീ യൂസ് ചെയ്താൽ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് കീയും കൺട്രോൾ കീയും പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം റൈറ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ടുള്ള ആ ഒരു വേർഡ് സെലക്ട് ആകും. അതുപോലെ തന്നെ ലെഫ്റ്റ് ആരോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൺട്രോളും ഷിഫ്റ്റും ലെഫ്റ്റ് ആരോ ആണെങ്കിൽ ലെഫ്റ്റിലുള്ള ഒരു വേർഡ് സെലക്ട് ആകും. അപ്പോൾ നമുക്ക് ഒരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ. ഇനി 1 ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ കീ യൂസ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ടു സെലക്ട് ആൻ എൻറ്റയർ ലൈൻ. ഒരു ലൈൻ ഫുള്ളായിട്ട്, ഈ ഒരു ലൈനെ ഫുള്ളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇത് നോക്കിയേ, പോയിന്റർ ഓൺ ദ പ്ലേസ് ദ മൗസ് പോയിന്റർ ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ അണ്ടിൽ ഇറ്റ് ചേഞ്ചസ് ടു ആൻ ആരോ ആൻഡ് ക്ലിക്ക് ദ ലെഫ്റ്റ് ബട്ടൺ. അതായത് നമ്മുടെ ഈ മൗസിൻ്റെ ഇതുണ്ടല്ലോ, ഈ പോയിന്റർ നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവെക്കുക. കണ്ടോ, കൊണ്ടുവെക്കുന്ന സമയത്ത് നമ്മുടെ ആ മൗസിൻ്റെ കഴ്സർ അല്ലെങ്കിൽ ആ ഇൻസർഷൻ പോയിന്റർ എന്ന് പറയുന്നത് ഒരു ആരോ ഷേപ്പിലായി മാറും. ആരോ ഷേപ്പിലായി മാറുന്ന സമയത്ത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഞാനിപ്പോൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ലൈൻ സെലക്ട് ആയി. ഇങ്ങനെ നമുക്കൊരു ലൈനെ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക. നമ്മുടെ മൗസ് പോയിന്റർ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് എവിടെ വരെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ വരെയാണെങ്കിൽ ഇവിടെ, എവിടെയാണോ വേണ്ടത് അവിടെ വരെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് മൊത്തം വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്കൊരു ലൈനിനെ സെലക്ട് ചെയ്യാം. അപ്പം എവിടുന്നാണോ നമുക്ക് വേണ്ടത് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, എന്നിട്ട് ആ ഒരു കണ്ടന്റിന്റെ എൻഡ് വരെ നമ്മൾ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അത് ഇത്രയും സെലക്ട് ആകും. ഇങ്ങനെ നമുക്കൊരു ലൈനിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് സെലക്ട് അഡ്ജസന്റ് കണ്ടന്റ്. നമ്മളിപ്പോൾ പറഞ്ഞതും ഏതാണ്, സെലക്ട് എൻറ്റയർ ലൈൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് അഡ്ജസന്റ് കണ്ടന്റ്. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തടുത്ത് വരുന്ന വേർഡുകൾ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആദ്യം കഴ്സർ പ്ലേസ് ചെയ്യുക, അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, അടുത്തടുത്തുള്ള എവിടെ വരെയുള്ള കണ്ടന്റ് വേണോ അവിടെ വെച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസന്റ് കണ്ടന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ടു സെലക്ട് എ സെൻറ്റൻസ്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ സെലക്ട് ചെയ്യുന്നത്, ഹോൾഡ് ഡൗൺ കൺട്രോൾ കീ ആൻഡ് ക്ലിക്ക് എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൺട്രോൾ കീ, കീബോർഡിലുള്ള കൺട്രോൾ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പം ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തു, സെൻറ്റൻസിന് നടുക്ക് വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു സെൻറ്റൻസ് സെലക്ട് ആയി. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യുക, ഏത് സെന്റൻസ് ആണോ സെലക്ട് ചെയ്യേണ്ട അതിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു സെന്റൻസ് സെലക്ട് ആകും. ഇനി നമുക്ക് പറയേണ്ടത് ടു സെലക്ട് നോൺ അഡ്ജസന്റ് വേർഡ്, ലൈൻ ഓർ പാരഗ്രാഫ്. നോൺ അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് അല്ലാത്തത്. ഇപ്പം നമുക്ക് എക്സെല്ലും എല്ലാം പഠിക്കും, നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള സെല്ലുകളെ സെലക്ട് ചെയ്യാൻ നമ്മളിനി പഠിക്കുന്ന കാര്യങ്ങൾ. അടുത്തടുത്തല്ലാത്തതിനെ അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, അടുത്തടുത്തല്ലാത്ത സെല്ല് അല്ലെങ്കിൽ വേർഡിനെയൊക്കെ സെലക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്നത് കൺട്രോൾ കീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
സെലക്ട് ഫസ്റ്റ് സെഗ്മെന്റ്, ആദ്യം സെലക്ട് ചെയ്യേണ്ട വേർഡ് ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്യുക, കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഏതൊക്കെയാണോ അടുത്തടുത്തുള്ളതല്ല, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. കണ്ടോ, അപ്പം അടുത്തുള്ള അല്ല എവിടെയെങ്കിലും കിടക്കുന്നതിനെയൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. കണ്ടോ, സെലക്ട് ദ ഫസ്റ്റ് സെഗ്മെന്റ് ആൻഡ് ഹോൾഡ് ഡൗൺ കൺട്രോൾ കീ വൈൽ സെലക്ടിങ് നെക്സ്റ്റ് ടെക്സ്റ്റ് സെഗ്മെന്റ്. ഇപ്പം അടുത്തടുത്തല്ലാത്ത ഏതെങ്കിലുമൊക്കെ വേർഡ്സിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യാം, കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു സെഗ്മെന്റ് ഫസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിനെയൊക്കെ സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ നോൺ അഡ്ജസന്റ്, ഇപ്പോൾ ഒരു വേർഡിനെ ആയാലും ലൈനെ ആയാലും പാരഗ്രാഫിനെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇപ്പം നോക്കി, ഇവിടെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ലൈനെ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തു, കൺട്രോൾ കീ പ്രസ് ചെയ്തു, അടുത്ത എന്ത് ചെയ്തു, ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ ഒരു വേർഡ് സെലക്ട് ചെയ്തു. അപ്പം ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നോൺ അഡ്ജസന്റ് ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് സെലക്ട് ഓൾ ദ കണ്ടന്റ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലെ എല്ലാ കണ്ടന്റിനെയും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രസ് കൺട്രോൾ പ്ലസ് എ ഓൺ കീബോർഡിൽ കൺട്രോൾ പ്ലസ് എ കീ യൂസ് ചെയ്യുക. അതായത് കൺട്രോൾ കീയും എ എന്ന് പറയുന്ന കീയും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് ഫുള്ളായിട്ട് സെലക്ട് ആകും. അടുത്തെന്ന് പറഞ്ഞാൽ സെലക്ട് എ പാരഗ്രാഫ്. എങ്ങനെയാണ് ഒരു പാരഗ്രാഫിനെ സെലക്ട് ചെയ്യുന്നത്, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ ഓർ അപ്പ് ആരോ. ഒന്നുകിൽ കൺട്രോളും ഷിഫ്റ്റും അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആരോയും അപ്പ് ആരോയും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ഇൻ ദ പാരഗ്രാഫിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു പാരഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ പ്ലസ്, ഇപ്പം നമ്മുടെ മൗസ് ഇവിടെയാണ് ഇരിക്കുന്നത്, എനിക്ക് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, ഞാൻ എന്ത് ചെയ്തു, അപ്പ് ആരോ കൊടുത്തപ്പോഴത്തേക്കും ആ മുകളിലോട്ടുള്ളത് സെലക്ട് ചെയ്യും. ഇപ്പം ഇവിടെയാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ, കണ്ടോ, മുകളിലെ പാരഗ്രാഫ് സെലക്ട് ചെയ്യും. ഇനി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, താഴോട്ടുള്ള പാരഗ്രാഫ് സെലക്ട് ആകും. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, മൗസ് പോയിന്റർ എന്ത് ചെയ്യുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫ് സെലക്ട് ആകും. ഇങ്ങനെയാണ് ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടു റിലീസ് സെലക്ഷൻ. ഈ സെലക്ഷൻ നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് എനിവെയർ ഇൻ ദ വിൻഡോ അതർ ദാൻ ദ സെലക്ഷൻ. ഈ സെലക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈ സെലക്ഷൻ പാർട്ടിലല്ലാതെ ഈ വിൻഡോയിൽ എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ നമുക്ക് റിലീസ് ചെയ്യാം. ഇനി അടുത്ത നോക്കാനുള്ളത് ടു ഡിലീറ്റ് ടെക്സ്റ്റ്. എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത് നോക്കേ, യൂസ് ഡിലീറ്റ് കീ ഓർ ബാക്ക് സ്പേസ് കീ. അപ്പോൾ 2 കീസ് നമുക്ക് യൂസ് ചെയ്യാം. ഡിലീറ്റ് എന്ന് പറയുന്ന കീബോർഡിൽ കീ ഉണ്ട്, ബാക്ക് സ്പേസ് കീ ഉണ്ട്. ഇത് 2 യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഇറേസ് ടെക്സ്റ്റ് ടു റൈറ്റ്. അതായത് നമ്മുടെ കഴ്സർ ഇവിടെയാണെങ്കിൽ ഈ കഴ്സറിന്റെ റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറിനെ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിലീറ്റ് കീ ഇറേസ് ഡാഷ് ടെക്സ്റ്റ് ടു ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലുള്ള ക്യാരക്ടറിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ബാക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ കഴ്സറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള, നോക്കിയേ, ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലെഫ്റ്റിലുള്ള ആ ഒരു ക്യാരക്ടർ ആയിരിക്കും പോകുന്നത്. അപ്പം ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കഴ്സറിന്റെ ലെഫ്റ്റിലുള്ളതിനെ ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കഴ്സറിന്റെ റൈറ്റിലുള്ളതിനെ ഡിലീറ്റ് ചെയ്യും. ഇനി അടുത്തത് നമുക്ക് കോപ്പി വിത്ത് മൗസ്. എങ്ങനെയാണ് മൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നത്, എങ്ങനെയാണ്, ഡബിൾ ക്ലിക്ക് ഓൺ ദ വേർഡ്. അപ്പം നമുക്ക് ഏത് വേർഡിനെയാണോ കോപ്പി ചെയ്യേണ്ടത് ആ വേർഡിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വേർഡ് സെലക്ട് ആകും. അതിനുശേഷം പ്രസ് കൺട്രോൾ ആൻഡ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. അതായത് നമ്മുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഒരു ആരോ വരും. അപ്പം ആരോയിൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഡോട്ടൽ ലൈൻ മൂവ് ചെയ്യുന്ന കണ്ടോ. അപ്പോൾ ഈ ഡോട്ടൽ ലൈൻ മൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഇതിനെ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്ലേസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ വന്നിട്ട്
കൊടുത്തു. കണ്ടോ? അപ്പം എന്ത് ചെയ്തു? ഇവിടുത്തെ ഡബിൾ എന്ന് പറയുന്നത് കോപ്പി ചെയ്തല്ലേ. അപ്പം നമ്മുടെ ഒറിജിനൽ പൊസിഷനിലും ഡബിൾ ഉണ്ട്, നമ്മൾ ഈ പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെടുത്തു എന്നുണ്ട്, ആ ഒരു വേർഡുണ്ട്. അപ്പം ഇങ്ങനെയാണ് മൗസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ടാബ് ഒക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള പഠിക്കുക. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് മൗസ് വെച്ചിട്ട് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? വേർഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വേർഡ് സെലക്ട് ആകും. അതിനുശേഷം കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. അപ്പം പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മൗസ് പോയിന്റർ എങ്ങനെ ഒരു ആരോ ഷേപ്പിൽ വരും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. മൂവ് ചെയ്യിച്ച് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ വരും. അപ്പം നമുക്കിത് വേണ്ടാത്തത് നമുക്ക് കളയാം. ഇനി നമുക്ക് പറയാനുള്ളത് മൂവ് ദ ടെക്സ്റ്റ് വിത്ത് മൗസ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെ ഒറിജിനൽ പൊസിഷനിൽ കാണത്തില്ല. നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ ഒരു പൊസിഷനിൽ മാത്രമേ കാണൂ. അപ്പം ഇതെങ്ങനെയാണ് മൗസ് ചെയ്യുന്നത്? സെലക്ട് ദ ടെക്സ്റ്റ് വി വാണ്ട് ടു മൂവ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക. മൂവ് ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. പ്ലേസ് ദ മൗസ് പോയിന്റർ ഓവർ ദ സെലക്ഷൻ. അതായത് ഈ മൗസ് പോയിന്റർ എന്ത് ചെയ്യുക? ഈ സെലക്ഷന് മുകളിൽ വെക്കുക. ആരോ ആകുന്നത് വരെ. ആരോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡ് ഡൗൺ ലെഫ്റ്റ് മൗസ് ബട്ടൺ. നമ്മൾ നേരത്തെ കോപ്പി ചെയ്യാനാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തു. ഇവിടെ കൺട്രോൾ കീ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടോ ഒരു ഡോട്ടർ ലൈൻ ഉണ്ട്. ആ ഡോട്ടർ ലൈൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എവിടെയാ വേണ്ടതെന്ന് വെച്ച് അവിടെ കൊണ്ടുവെക്കുക. കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ സെലക്ട് എന്നുണ്ടോ? ഇല്ല. മൂവ് ചെയ്യാണ് നമ്മൾ ചെയ്തത്. അതായത് ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. നമുക്ക് തിരിച്ച് പഴയതുപോലെ പോകണമെങ്കിൽ നമ്മൾ അണ്ടു കൊടുത്താൽ മതി. അണ്ടു ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വന്നു. അപ്പം കോപ്പിയും മൂവും ഉണ്ട്. മൗസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണിച്ചത്. കോപ്പി ചെയ്യാനാണെങ്കിൽ വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. മൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യണ്ട. വേർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസ് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു ആരോ ഷേപ്പ് വരും. ആരോ ഷേപ്പ് വരുമ്പോൾ എന്ത് ചെയ്യുക? മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണ് കൊണ്ടുപോകേണ്ട ആ പൊസിഷനിൽ കൊണ്ടുവെക്കുക. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വേർഡിലെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും എങ്ങനെയാണ് ആദ്യമേ സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി MS വേർഡിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടാബ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. അതെല്ലാം പ്രാക്ടിക്കൽ രീതിയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്